പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുമ്പളങ്ങ കൊണ്ടൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സ്റ്റൂ റെഡിയാക്കാറുണ്ടല്ലേ, അതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാറുണ്ട്. ആ സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ വരാറുണ്ടല്ലേ. പക്ഷേ ഇതുപോലെ കുമ്പളങ്ങ കൊണ്ടൊന്ന് സ്റ്റൂ റെഡിയാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇഷ്യൂസും വരില്ല. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണത്, വളരെ ടേസ്റ്റിയാണത്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പേജ് കൂടെ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി മറക്കരുത് കേട്ടോ. അതേപോലെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ കറുത്ത കടല വെച്ചിട്ട് ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഒരു കടായിലേക്ക് നമുക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സവാള, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. സവാളയും അതുപോലെ 2 പച്ചമുളകും ലേശം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, അതുപോലെ തന്നെ തേങ്ങയുടെ 2-ാം പാലാണ് കേട്ടോ അതൊരു ഗ്ലാസ് ഉണ്ട്, അതും കൂടെ ചേർത്തിട്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, 2-ാം പാലിൽ തന്നെ അത് വേവിച്ചെടുക്കാം കേട്ടോ. 2-ാം പാലിൽ വേവിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു മുറി തേങ്ങയിൽ നിന്നാണ് ഞാനിപ്പോൾ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചത്. അപ്പോൾ ഒരു ഗ്ലാസ് 1-ാം പാലും ഒരു ഗ്ലാസ് 2-ാം പാലും ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഗ്ലാസ് 2-ാം പാൽ വെച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കണതിന് നന്നായിട്ട് വെന്ത് വരുന്നതിൻ്റെ മുമ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട്, തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം 2-ാം പാൽ ഒഴിക്കുമ്പോൾ അതൊന്ന് ഒന്ന് ഒരു പിരുത്ത പോലെയൊക്കെ വരുമല്ലോ. പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും കേട്ടോ. അത് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും, 15 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വരും. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം ഒന്ന് മിക്സായിട്ട് വരും കേട്ടോ. കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് കുറച്ച് ഉടച്ച് കൊടുക്കണമെങ്കിൽ തവി കൊണ്ട് കുമ്പളങ്ങ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ്സോളം തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു, പക്ഷേ പോരാ തോന്നിയപ്പോൾ ഒന്നും കൂടെ ഫുള്ളായിട്ട് ആ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്. സൈഡൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതുപോലെ സൈഡ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ലേശം കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം ലേശം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെ കൂടിയോ ഇടിയപ്പം, അതുപോലെ തന്നെ ഇഡലി, ദോശ, എല്ലാത്തിനും നല്ലൊരു സ്റ്റൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് കുമ്പളങ്ങ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.